Hello guys, once again welcome back to another variety video of Trip with Shinil. Guys, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സൈക്കിളായിട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കുറച്ച് നമ്മുടെ നാടിൻ്റെ കുറച്ച് ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മുരിയാടാണ്. മുരിയാട് പാടത്തിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പോൾ ഈ കാണുന്നതാണ് മുരിയാട് പാടം. നല്ല ഒരു എന്താണ് ഇപ്പോൾ പൂത്ത് അങ്ങനെ വിളഞ്ഞ് നിൽക്കുകയാണ്. എന്താണ് ഇതിങ്ങനെ കൊയ്യാനായിട്ട് പാകമായിക്കൊണ്ടിരിക്കുന്നൊരു പാടമാണ്. അപ്പോൾ അതേ സൂര്യൻ അവിടെ ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 7 മണി ആയി. അപ്പോൾ നമ്മുടെ സൈക്കിളിൽ ഞാനൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അതേ ഇവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കണം. അപ്പോൾ ആ ചേട്ടന് കിട്ടിയേക്കണ മീനിൻ്റെ പേരാണ് വയമ്പ്. അപ്പോൾ വയമ്പാണ് കിട്ടിയേക്കണം. അപ്പോൾ വയമ്പ് കുട്ടികൾക്ക് നല്ലതാണെന്നാണ് ചേട്ടൻ പറയണത്. അപ്പോൾ ആ ചേട്ടൻ്റെ കുറച്ച് വീഡിയോസാണ് ഞാനിപ്പോൾ എടുത്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൈക്കിളിലുള്ള നമ്മുടെ കുറച്ച് യാത്രകളൊക്കെയാണ്. അപ്പോൾ സൈക്കിളുകളിൽ തേരാപ്പാര എന്ന് പറയുന്ന കൂട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ എന്താണ് സൈക്കിളിൽ പോകാൻ പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് പോയി കവർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുരിയാട് പാടത്തിൻ്റെ സൈഡിൽ കൂടിയുള്ള ഒരു റൂട്ടിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഫിഷിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഈ മീനെ വളർത്തുന്ന പരിപാടി, പാടം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മുരിയാട് പാടത്തേക്ക് കൂടി സൈക്കിളോട്ടി അങ്ങനെ പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റിനും കാണുന്നതൊക്കെ ഈ മുരിയാട് പാടത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വഴി ചെന്ന് കയറണത് ശരിക്കും നമ്മുടെ ഇരിഞ്ഞാലക്കുട ഭാഗത്ത് ചെന്ന് കയറും. അതുപോലെ ഈ പാടത്തിൻ്റെ ഈ കൈവരമ്പയും കൂടി പോവുകയാണെങ്കിൽ നമുക്ക് തൊമ്മാനയിൽ വന്ന് കയറാം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഇരിഞ്ഞാലക്കുട ഗാന്ധിനഗർ ഭാഗത്താണ് ഇപ്പോൾ ചെന്ന് കയറാൻ പോണത്. അതിന് മുമ്പ് ഈ പാടം കുറച്ച് കവർ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ സൈക്കിളിൽ പോവുകയാണ്. അപ്പോൾ സൈക്കിളിൽ പോകുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ ഈ ഒരു വർഷം സൈക്കിളിൽ ചവിട്ടി കുറേ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെയാണ് ഒരാഗ്രഹം. പക്ഷേ എത്രത്തോളം നടക്കുമെന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും നോക്കാം, നമുക്ക് പോകാൻ പറ്റുന്നിടത്തോളം പോകാമെന്നൊക്കെയാണ് വിചാരിക്കണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഷെറിൻ വ്ളോഗ്സൊക്കെ ഇങ്ങനെ സൈക്കിളിലൊക്കെ ചവിട്ടി എന്താണ് കൊച്ചിയിൽ തേരാപ്പാരയൊക്കെ നടത്തി വിജയിച്ച ഒരു ഓർമ്മയുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിജയിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളതൊക്കെയാണ് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ സൈക്കിളിന് അല്പം ബ്രേക്ക് കുറവാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ പോയിട്ട് ഒന്ന് ബ്രേക്കൊക്കെ നന്നാക്കണം. അപ്പോൾ അതേ നമ്മുടെ സൈക്കിൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, ഇത് പോൾജോ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാപാര കേന്ദ്ര പ്രൈവറ്റ് ലിമിറ്റഡ് ആ ഒരു കമ്പനിയുടെ ഫാക്ടറിയാണ്. ഇവിടെ ഒരുപാട് നല്ല നല്ല പ്രൊഡക്റ്റുകളുണ്ട്. വീടിനൊക്കെ അടിക്കാൻ പറ്റിയ, വീടിൻ്റെ ലീക്ക് ഒഴിവാക്കാൻ പറ്റിയത്, ടർപ്പായകൾ, അങ്ങനെ കുറേ നല്ല പ്രൊഡക്റ്റുകളുള്ള ഒരു കമ്പനിയാണ് പോൾജോ. അപ്പോൾ ഇത് ഇരിഞ്ഞാലക്കുടയിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഓഫീസ് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ്, പുല്ലൂർ ഹോസ്പിറ്റലിൻ്റെ പുറകിലായിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഫാക്ടറി വന്നത്. അപ്പോൾ ഇത് വിപണിയിലുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇരിഞ്ഞാലക്കുടയുടെ ഗ്രാമം ഇങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിട്ട് ഇവിടെ അതേ ഓട്ടോമൊബൈൽ ഷോപ്പൊക്കെ ഉണ്ട്. ഇപ്പം ഉള്ളത് നമ്മുടെ തുറവങ്കാട് പള്ളിയുടെ മുമ്പിലാണ്. അപ്പോൾ ആ തുറവങ്കാട് പള്ളിയുടെ മുമ്പിൽ ഇവിടെ ഇത് സെയിൻറ്റ് ജോസഫ് ചർച്ചാണ്. വിശുദ്ധ യോസഫ് പിതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള ഒരു ചർച്ചാണ് തുറവങ്കാട് ചർച്ച്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തൊരു സ്കൂളുണ്ട്. ഈ സ്കൂളിലൊക്കെ നമ്മൾ ഷോയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇരിഞ്ഞാലക്കുട എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുട ചന്ത മാർക്കറ്റ് ഈ വഴിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇരിഞ്ഞാലക്കുട മാർക്കറ്റിലേക്കാണ്. ഇവിടെ റോഡൊക്കെ ഭയങ്കര ശോചനീയമായിരുന്നു. പക്ഷേ ഇപ്പോൾ റോഡൊക്കെ ശരിയാക്കി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇരിഞ്ഞാലക്കുട മാർക്കറ്റ് ആക്റ്റീവാണ് കേട്ടോ. അതിരാവിലെ തന്നെ ഇരിഞ്ഞാലക്കുട മാർക്കറ്റിൽ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി, കടയൊക്കെ തുറന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ സൈക്കിളിന് ഇത്തിരി ബ്രേക്ക് കുറവുണ്ട്.
ഗൈസ്, അപ്പോൾ നമ്മൾ ഇരിഞ്ഞാലക്കുട മാർക്കറ്റിലൂടെ പോയാണ്. നല്ല വൈബാണ് കേട്ടോ. ഇരിഞ്ഞാലക്കുട മാർക്കറ്റ് ഭയങ്കര ആക്റ്റീവാണ്. രാവിലെ തന്നെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ വൈപ്പിൻ അപ്പോൾ ഇരിഞ്ഞാലക്കുടയുടെ കുറച്ച് ചേട്ടൻ്റെ പേരെങ്ങനെ? വർഗീസേട്ടൻ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, അപ്പോൾ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല ആക്റ്റീവായിട്ടുള്ള മാർക്കറ്റാണ് ഇരിഞ്ഞാലക്കുട മാർക്കറ്റ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ചയിൽ മിക്ക മാർക്കറ്റുകളും ആക്റ്റീവായിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. വളരെ വിഷമതകൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നല്ല തിരുമല അറിയുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് എന്ന അത്രയും തരുന്നതാണ്. പുറം വേദനയും പുറം കിടച്ചിലും കാണുമൊക്കെ ഇത് നോക്കുക. പ്രത്യേകിച്ച് വെയിലെടുത്ത് കൈ തീർത്തും നടക്കാനും നടക്കുവാനും ഇതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ബാൻഡേഡുകളൊക്കെ ചുറ്റിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇന്ന് പല ആളുകളും മുട്ടിലും കഴുത്തിലും നടുപ്പുറത്തൊക്കെ എണ്ണയൊക്കെ നല്ല വഴക്കത്തിനെ പ്രദാനം ചെയ്യുന്ന ഔഷധമൊന്ന് ഉപയോഗിച്ച് നോക്കുക. കാലിലേക്ക് ചേർത്ത് ഈ തൈലം അത്രയും നടക്കാൻ എത്ര പഴക്കമുള്ള കാലിലേക്കുണ്ടാകുന്ന മലിനത്തിൽ വേദനയ്ക്ക് മുക്തി. ഗൈസ്, അപ്പോൾ നമ്മൾ ഇരിഞ്ഞാലക്കുട സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ മുമ്പിൽ എത്തിയിരിക്കണം. അപ്പോൾ ഇവിടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഭായിമാരൊക്കെ നമ്മുടെ ജോലിക്ക് പോകണം. സൈക്കിളിനാണ് പോണത്. മുഴുവനും ഭായിമാരും സൈക്കിളിനാണ് പോകണം. നമ്മളൊക്കെയാണ് സ്കൂട്ടറിലൊക്കെ നടക്കണം. ഭായിമാരൊക്കെ സൈക്കിളിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ആരോഗ്യപ്രദമായിട്ട് പോകുന്ന ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിത് ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ കൂടി പോവുകയാണ്.
ഗൈസ് അപ്പോൾ നമ്മൾ ഇരിഞ്ഞാലക്കുട കത്തീഡ്രലിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഇവിടുത്തെ പിണ്ടി പെരുന്നാളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളത്തോടു കൂടി കൊടി അഴിക്കുന്ന ഒരു സമയമാണ്. അത് ഈവനിങ്ങിലാണ്. അതിന് വലിയ ചടങ്ങൊന്നുമില്ല കേട്ടോ. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്. അതെ, നമ്മുടെ ഈ റോഡിനെ കവച്ച് വെച്ചൊരു പാലം ഉണ്ട് അവിടെ. ഈ പാലം പോകുന്നത് ഈ ഒരു കോംപ്ലക്സിൽ നിന്ന് അപ്പുറത്തെ കൺവെൻഷൻ സെൻറ്ററിലേക്കാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നാൽ നല്ലൊരു വ്യൂ ആയിരിക്കും കേട്ടോ. റോഡിൻ്റെ ഒരു നല്ലൊരു വ്യൂ ആയിരിക്കും. പിന്നെ ഒരുപാട് ആമ്പിൾ സ്പേസ് ഉണ്ട് കേട്ടോ. കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്പേസ് ഉണ്ട്. അത് ഹാളാണ്, ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു ഹാള്. അതുപോലെ അപ്പുറത്ത് വേറൊരു ഹാളുണ്ട് കേട്ടോ. ആ ഹാളിലേക്ക് പോകാനായിട്ടാണ് ഇവിടെ ഒരു പാലം വെച്ചേക്കുന്നത്. ഗൈസ് അപ്പോൾ ഇവിടെ ശരിക്കും ഉണ്ടല്ലോ, ഇതൊരു ഹാളാണ്. ഇവിടെ 3 ഹാളുണ്ട്. ഞാൻ പറയണം, ഇവിടെ 3 ഹാളുണ്ട്. അപ്പോൾ അതൊരു സിയോൺ എന്ന് പറഞ്ഞിട്ടൊരു ഹാളുണ്ട്, പിന്നെ ഷാരോൺ എന്ന് പറഞ്ഞിട്ടൊരു ഹാളുണ്ട്, പിന്നെ ബദേൽ എന്ന് പറഞ്ഞിട്ടൊരു ഹാളുണ്ട്. പിന്നെ ആ കാണുന്നത് ഒരു കൺവെൻഷൻ സെൻ്ററാണ്. അതിൻ്റെ ഉള്ളിൽ 3 ഫ്ലോറുണ്ട്. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പാലം വെച്ചേക്കുന്നത്. ഈ പാലത്തിലൂടെ കടന്ന് അതിലേക്ക് പോവാം. ഗൈസ് അപ്പോൾ നമ്മൾ ഇരിഞ്ഞാലക്കുടയിലുള്ള കത്തീഡ്രലിൽ കയറി കണ്ടു കഴിഞ്ഞു. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രം. കൂടൽമാണിക്യ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇരിഞ്ഞാലക്കുട ചന്തക്കുന്നിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ട് കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ തന്നെയാണ് നമ്മുടെ ടോവിനോൻ്റെ വീടും വരുന്നത് കേട്ടോ. ഗൈസ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ടോവിനോൻ്റെ വീട്. ഗൈസ് അപ്പോൾ നമ്മൾ ഇരിഞ്ഞാലക്കുട സ്റ്റാൻഡിലേക്ക് എത്താണ്. ഇത് ഇരിഞ്ഞാലക്കുട പ്രൈവറ്റ് സ്റ്റാൻഡാണ്. ഈ പ്രൈവറ്റ് സ്റ്റാൻഡ് അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞാലാണ് നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രം. ഗൈസ് അപ്പോൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ കവാടം കഴിഞ്ഞ് നമ്മളിതേ മുന്നിലോട്ട് പോയണ്ട. രാവിലെയാണ്, തിരക്ക് കുറവാണ്. ഇതൊന്നും നല്ല തിരക്ക്, ഭയങ്കര തിരക്കാണ് ശരിക്കും ഈ ഭാഗത്തൊക്കെ. പക്ഷേ ഇന്ന് രാവിലെ ആയത് കാരണം തിരക്കൊക്കെ ഭയങ്കര കുറവാണ്. കടകളൊക്കെ ഓപ്പണായി വരുന്നുള്ളൂ. ഇവിടെയാണ് അക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. ഇതൊക്കെ ഇവിടെ സോവനിയർ ഷോപ്സ് ഉണ്ട്, ബാങ്ക്സ് ഉണ്ട്, അതുപോലെ സൈക്കിൾ ഷോപ്സ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഷോപ്സുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഭക്തരും അതുപോലെ തന്നെ സാധനങ്ങൾ മേടിക്കാൻ വരുന്നവരും ട്രാവലേഴ്സും അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ വരുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്ന കൂടൽമാണിക്യ ക്ഷേത്രം. അപ്പോൾ നമ്മൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഹോട്ടൽ വൃന്ദാവൻ പ്യൂർ വെജാണ്. ഇവിടെ നിന്ന് നല്ല അടിപൊളി മസാല ദോശ കഴിക്കണം. ഇത് താൽക്കാലികമായിട്ട് റോഡ് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് വേറെ വഴി ഉണ്ടാവും. അപ്പോൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിലേക്കുള്ള താൽക്കാലിക വഴിയാണിത്. അപ്പോൾ ഈ വഴി കൂടി പോകാമെന്ന് വിചാരിക്കാം. ഇവിടെയാണ് അമ്പലം വന്നതെന്ന്. ഇവിടെ ആനകൾ
നടക്കുന്നൊരു സ്ഥലം, ആനകളുടെ ഒരു ഏരിയ. അമ്പലത്തിലേക്ക് അങ്ങനെ പോവാം. യെസ്, നമുക്കത് ഇങ്ങനെ വന്നാൽ ഈ വഴിക്ക് അമ്പലത്തിലേക്ക് പോകാം. ഇതാണ് അമ്പലത്തിലേക്ക് പോകാനുള്ള വഴി. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. ഗൈസ്, അപ്പോഴത്തെ നമ്മൾ ഇരിഞ്ഞാലക്കുട ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുട മൈതാനത്താണ് നമ്മൾ എത്തിയേക്കണം. അപ്പോൾ ഈ കാണുന്നതാണ് ഇരിഞ്ഞാലക്കുട മൈതാനം. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ് വന്നത്. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ് വന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിൾ കേട്ടോ. അപ്പോൾ ഈ സൈക്കിളിന് നമ്മളിപ്പോൾ ഇന്ന് നമ്മുടെ ഇരിഞ്ഞാലക്കുട ഭാഗത്ത്, അപ്പോൾ വല്ലക്കുന്നിൽ നിന്ന് നമ്മൾ ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് എത്തിയേക്കാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുട ഭാഗത്ത് തുറവങ്കാട് വഴിയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ കണ്ടു, ടൊവിനോൻ്റെ വീട് കണ്ടു, പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഒരു പഴയ വീടും പുതിയ വീടുണ്ട്. ഇന്നസെൻ്റ് ഏട്ടൻ ഉണ്ടായിരുന്നപ്പോൾ താമസിച്ചിരുന്ന പഴയ വീട്, അതുപോലെ ഇപ്പോഴുള്ള പുതിയ വീടൊക്കെ ഉണ്ട്. അതുപോലെ ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രം കണ്ടു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മുനിസിപ്പൽ മൈതാനം. അപ്പോൾ ഇതിൻ്റെ പുറകിലാണ് മുനിസിപ്പൽ സ്റ്റേഡിയം അല്ല മുനിസിപ്പൽ ഓഫീസ് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ എന്തോ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പം നമ്മുടെ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സിന്ധു തിയേറ്ററാണ്. ബോഡി ഗാർഡ് സിനിമയിൽ ദിലീപിൻ്റെ ബോഡി ഗാർഡ് സിനിമയൊക്കെ ഞാനും പ്രിയയും കൂടി വന്ന് കണ്ട ഒരു തിയേറ്ററാണിത്. പക്ഷെ ഇപ്പം ഇന്ന് ആ തിയേറ്റർ ഒരു കല്യാണ മണ്ഡപം, എനിക്ക് തോന്നുന്നു ബോഡി ഗാർഡൊക്കെ കഴിഞ്ഞ് ഒരു 2 വർഷത്തിനുള്ളിൽ അതൊരു കല്യാണ മണ്ഡപമായിട്ട് മാറി. ഇപ്പോൾ നല്ലൊരു കൺവെൻഷൻ സെൻറ്റർ പോലത്തെ ഒരു പരിപാടിയാണ്. ഇരിഞ്ഞാലക്കുടയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കൺവെൻഷൻ സെൻറ്റർ ഉണ്ട്. സിന്ധു കൺവെൻഷൻ സെൻറ്റർ, സിന്ധു തിയേറ്റർ ഒരു കല്യാണ മണ്ഡപം, പിന്നെ MCP കൺവെൻഷൻ സെൻറ്റർ, പിന്നെ കത്തീഡ്രലിൻ്റെ കൺവെൻഷൻ സെൻറ്റർ, അങ്ങനെ ഒരുപാട് കൺവെൻഷൻ സെൻറ്റർ ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിലുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിനി പതുക്കെ മൂവ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ പുല്ലൂർ വഴിയാണ് പോകുന്നത്. പുല്ലൂർ ഹോസ്പിറ്റൽ, പുല്ലൂർ ചർച്ച്, തൊമ്മാന ലേക്ക്, ഈ ഭാഗമൊക്കെ കണ്ട് നമ്മൾ വല്ലക്കുന്നിലെത്തും.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുട ഓഫീസ്. ഇതാണ് അതായത് നഗരസഭ ഓഫീസ്, മുനിസിപ്പാലിറ്റിയാണ് ഈ കാണുന്നത്.